ഇനി ഒരു കാലത്തും മറക്കല്ലേ. ഒരു ദിവസം ഒരു 11 പ്രാവശ്യമെങ്കിലും പകലോ രാത്രിയോ നിങ്ങൾ ചൊല്ലണേ. ഹൃദയാന്തരത്തിന്റെ ഉള്ളിൽ അല്ലാഹുവിന്റെ ചിന്തകളുടെ താലോലമുണ്ടാവട്ടെ. അല്ലാഹു ഹാളിരി, അല്ലാഹു നാളിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മഈ. അല്ലാഹുവേ, ഇത് നിത്യജീവിതത്തിൽ കൊണ്ടു നടക്കാൻ അല്ലാഹു ഭാഗ്യം നൽകട്ടെ. ശേഷവും ഖബറിൽ പുണ്യം നിറയ്ക്കുന്ന 10 കാര്യങ്ങൾ. 1. വിശുദ്ധ ഖുർആൻ നൽകുക. ഒരാൾക്ക് ഒരു ഖുർആൻ വാങ്ങി നൽകുകയോ അല്ലെങ്കിൽ പള്ളിയിലോ മദ്രസയിലോ ഖുർആൻ ദാനം ചെയ്യുകയോ ചെയ്യുക. ഓരോ തവണ അതിലെ അക്ഷരങ്ങൾ ഓതപ്പെടുമ്പോഴും അതിന്റെ പ്രതിഫലം നിങ്ങളുടെ ഖബറിലേക്ക് എത്തിക്കൊണ്ടിരിക്കും. 2. അറിവ് പകരുക. മറ്റൊരാൾക്ക് ദീനീപരമായ അറിവ് പകർന്നു നൽകുക. നിങ്ങളിൽ നിന്ന് പഠിച്ച ഒരു കാര്യം അവർ ജീവിതത്തിൽ പകർത്തുമ്പോഴും മറ്റുള്ളവർക്ക് കൈമാറുമ്പോഴും ആ ഇൽമ് നിങ്ങൾക്കൊരു നിലയ്ക്കാത്ത പുണ്യമാകും. 3. സ്വാലിഹായ മക്കൾ. മക്കളെ ദീനീബോധമുള്ളവരായി വളർത്തുക. മനുഷ്യൻ മരണപ്പെട്ടാൽ 3 കാര്യങ്ങളൊഴികെ മറ്റെല്ലാം മുറിഞ്ഞുപോകും. അതിലൊന്ന് അവനുവേണ്ടി പ്രാർത്ഥിക്കുന്ന സൽസ്വഭാവിയായ സന്താനമാണ് എന്ന നബിവചനം എന്നും ഓർക്കുക. 4. ജലസേചനം. ഏറ്റവും ഉത്തമമായ സ്വതക്ക ദാഹിക്കുന്നവർക്ക് വെള്ളം നൽകലാണ്. ഒരു കിണർ കുഴിക്കുകയോ പള്ളിയിലോ പൊതുസ്ഥലത്തോ വുളൂ ചെയ്യാനും കുടിക്കാനുമുള്ള സൗകര്യം ഒരുക്കുകയോ ചെയ്യുക. 5. പള്ളി നിർമ്മാണത്തിൽ പങ്കുചേരുക. അള്ളാഹുവിന്റെ ഭവനം നിർമ്മിക്കുന്നതിൽ സാമ്പത്തികമായോ ശാരീരികമായോ സഹായിക്കുക. ഭൂമിയിൽ അള്ളാഹുവിനായി ഒരു പള്ളി നിർമ്മിക്കുന്നവന് സ്വർഗത്തിൽ അള്ളാഹു ഒരു വീട് നിർമ്മിച്ചു നൽകുന്നതാണ്. 6. അഗതികളെ സംരക്ഷിക്കുക. ഒരു യതീമിനെയോ വിധവയെയോ സഹായിക്കാൻ സ്ഥിരമായ ഒരു സംവിധാനമുണ്ടാക്കുക. അവർക്ക് നൽകുന്ന ഓരോ നേരത്തെ ഭക്ഷണവും നിങ്ങൾക്ക് പരലോകത്ത് തണലായി മാറും. 7. ദീനീ ഗ്രന്ഥങ്ങൾ വിതരണം ചെയ്യുക. ഇസ്ലാമിക വിജ്ഞാന കോശങ്ങളോ പ്രാർത്ഥനാ പുസ്തകങ്ങളോ വിതരണം ചെയ്യുക. വിശ്വാസികൾ അത് വായിച്ച് അല്ലാഹുവെ സ്മരിക്കുമ്പോൾ അതിന്റെ നന്മ നിങ്ങളെ തേടിയെത്തും. 8. രോഗികൾക്ക് ആശ്വാസമേകുക.